കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് കുരുക്കാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകിയ ഒരു പരിപാടിയിലെ കണക്കുകൾ ഇങ്ങനെ തട്ടിപ്പിൻ്റെ കണക്കായി മാറിയത് വലിയ നാണക്കേട് തന്നെയാണ് സംസ്ഥാനത്തിനുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ ഇനി നേരിട്ട് പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളെല്ലാം തന്നെ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ ബില്ലുകൾ അടക്കമുള്ളവ എല്ലാ രേഖകളും ഹാജരാക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി അയ്യപ്പ സംഗമത്തിലെ കണക്കുകളെല്ലാം കോടതി നേരിട്ട് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ കള്ളക്കളി ഓരോന്നും പുറത്തു വരാൻ പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി തിരുവനന്തപുരത്തെ സ്വകാര്യ ഓഡിറ്റ് സ്ഥാപനമായ വിജയൻ അസോസിയേറ്റ്സ് ആണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ചാർട്ടേഡ് അക്കൗണ്ടിനെ കേസിൽ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാപനത്തോട് അവരുടെ കൈവശമുള്ള മുഴുവൻ രേഖകളും നേരിട്ട് ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി കണക്കുകൾ അവർ നോക്കിക്കൊള്ളും. കണക്കുകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം പരിഗണിച്ച കോടതി അവശേഷിക്കുന്ന രേഖകൾ ഉടൻ കൈമാറാനും ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിലുള്ള കണക്കുകൾ അങ്ങനെ തന്നെ കൊടുക്കാൻ കഴിയില്ല, അതിലും തിരുത്തൽ വരുത്തണോ എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നത് എന്ന് തോന്നുന്നു. പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം നടന്നിട്ടുണ്ടോ എന്ന് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശോധിക്കാനാണ് ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തിയതെങ്കിലും ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നിന്നുമുണ്ടാകുന്ന പരാമർശങ്ങൾ അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നേരിട്ട് ബാധിക്കുന്നത് തന്നെയായിരിക്കും. അയ്യപ്പ സംഗമത്തോടു കൂടിയാണ് ശബരിമലയിലെ എല്ലാം കളവും പുറത്തായത് എന്നിരിക്കെ അതിൻ്റെ കണക്കുകൾ തന്നെയായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത്.